Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആർക്കെ ഇംപ്രഷൻസ്. അപ്പോൾ ഇന്നൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. നമ്മൾ ക്രിസ്മസിന് ചെയ്യാൻ പറ്റുന്ന രണ്ട് വിഭവങ്ങളാണ് കേട്ടോ ഞാനിതിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് വട്ടയപ്പം ചെയ്യുന്നുണ്ട്, അതിന് കോമ്പിനേഷനായിട്ട് ഒരു ചിക്കൻ കറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിന് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു രണ്ട് റെസിപ്പികളാണ് നമ്മളിതിൽ കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കുറച്ചൊരു ലോങ് വീഡിയോ ആയിരിക്കും, അപ്പോൾ ഒന്ന് ക്ഷമിച്ച് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കാൻ പോകുന്നത് വട്ടയപ്പമാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. പച്ചരി എടുത്തിട്ടുണ്ട്, നാളികേരം ചെരുകിയത് വെച്ചിട്ടുണ്ട്, അതുപോലെ ചോറ് എടുത്തിട്ടുണ്ട്, ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരി 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഗ്ലാസ്സിലാണ് ഞാൻ അളന്നെടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു 5 മണിക്കൂർ മുന്നായിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് നാളികേരം ചെരുകിയതാണ് എടുക്കുന്നത്. അതും ഇതേ 2 ഗ്ലാസ് തന്നെ എടുക്കുക. അതും വൈറ്റ് പോർഷൻ തന്നെ നോക്കി എടുക്കുക കേട്ടോ. ബ്രൗൺ കളറൊന്നും വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വട്ടയപ്പത്തിൽ അതിൻ്റെ കളറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വൈറ്റ് കളർ തന്നെ മാക്സിമം എടുക്കുക. പിന്നെ 2 ടീസ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് അതൊന്ന് പൊന്തി വരുന്ന കാണാം കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, എന്നിട്ട് കുറച്ച് പച്ചരി നമ്മൾ ഇത് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ലൂസായിട്ട് ആ മാവ് നമുക്ക് കിട്ടും. എന്നിട്ട് അതിലൊരു 4 കയ്യിൽ മാവ് അല്ലെങ്കിൽ ഒരു 3 കയ്യിലായാലും മതി. ആ മാവ് എടുക്കുക, ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിൽ വയ്ക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, ഒന്ന് ലൂസാക്കി എടുക്കുക. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ കുറുക്കിയെടുക്കുമ്പോൾ ഇതുപോലെ കട്ടയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ അതിലൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കട്ട അങ്ങനെ ആയിട്ട് വന്നാൽ പോലും നമുക്ക് മിക്സിയിൽ ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഞാനിവിടെ കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ട് നല്ലൊരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പച്ചരി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തു, അതുപോലെ ചോറിട്ട് കൊടുത്തു, ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ അരി കുറുക്കിയതുണ്ടല്ലോ അതും ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ അത് അരഞ്ഞു പോകുന്നോളൂ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം അങ്ങനെ അരച്ചെടുത്തിട്ട് ഇതേ കണ്ടില്ലേ, നല്ല ലൂസായിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ മെയിൻ കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ. ഒരു 3/4 ടീസ്പൂണായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാനിതിൽ എടുത്തിരിക്കുന്നത്. എനിക്ക് ഈ മധുരം മതിയാവും. കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടായാലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു അടപ്പെടുത്തിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതൊരു നൈറ്റ് ഫുള്ളായിട്ടാണ് ഞാനത് വെക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസത്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇതാണ്. നന്നായിട്ട് പൊന്തി ഒന്ന് സൈഡിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ മാവിന് ഉപ്പും മധുരമൊക്കെ കറക്റ്റാണോ അല്ലെങ്കിൽ ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതുള്ളൂ. എന്നിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് ഒരു 4 തവി മാവ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി മാവ് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കുക. അപ്പോൾ കുറച്ച് കട്ടിയിൽ കിട്ടും നമുക്ക് വട്ടയപ്പം. എനിക്കൊരു ചെറിയ കട്ടിയിലുള്ള വട്ടയപ്പമാണ് ഈ ഒരു അളവിൽ എടുത്തിട്ട് കിട്ടിയത് കേട്ടോ. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ ഒന്ന് കമത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് ശരിക്കും വേവിക്കണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലിയുടെ ഷേപ്പിലായിട്ട് നമ്മൾ കുറച്ച് വേവിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. കാണുമ്പോൾ ശരിക്കും ഒരു ഇഡ്ഡലി ആയിട്ട് തോന്നും, പക്ഷെ കഴിക്കുമ്പോഴാണത് മനസ്സിലാവുന്നത് വട്ടയപ്പാണെന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് പുളിച്ച് പൊന്തിയ കാരണം തന്നെ നന്നായിട്ടൊരു പുളിച്ച ടേസ്റ്റ് നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പ്ലസ് മധുരം പിന്നെ ഉപ്പ് അതൊക്കെ നന്നായിട്ട് നല്ല ക്രമമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഈ പ്ലേറ്റിൽ വേവിച്ചതാണ്. ഇത് സൈഡിലൊക്കെ ടീസ്പൂണൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് എടുക്കുക. സൂക്ഷിച്ചൊക്കെ എടുത്തേക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കതേ സൂപ്പറായിട്ടുള്ള
വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തന്നെ കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ കൂട്ടി കഴിക്കാവുന്നില്ലെങ്കിൽ സാരമില്ല, തന്നെ കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു മാവിൽ വെച്ച് എടുത്തത് ഒരു 3 വലിയ വട്ടയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ വേവിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഇഡ്ഡലിയുടെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുള്ള വട്ടയപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് വരുന്നത് എന്താണ്? ചിക്കൻ കറിയാണ്. അത് ഇതിനോടൊപ്പം തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അത് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചിക്കൻ റെഡിയാക്കാനായിട്ട് അതിന് തന്നെ നമ്മളൊരു പാൻ വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല മൂത്ത് വരുമ്പോൾ ഇതുപോലെ ഒരു 2 പച്ചമുളക് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 2 മീഡിയം സവാള നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വഴറ്റുന്ന വരെ നന്നായിട്ട് ഇളക്കിയും കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സബോള വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു വലിയ തക്കാളിയുടെ പേസ്റ്റ് ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ചേർക്കാതെ. അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നന്നായിട്ടത് അതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. തക്കാളി പേസ്റ്റ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടൊരു 1/2 kg ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇട്ട് കൊടുത്തു. അതും നന്നായിട്ട് ഇതൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ മസാലയൊക്കെ ഇട്ട് യോജിപ്പിച്ചു. എന്നിട്ട് നമ്മളതൊന്ന് അടച്ചു വെക്കുക ചെയ്യുന്നത്. കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വന്നിട്ട് അതൊന്ന് വേവണമല്ലോ. അപ്പോൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. അതുപോലെ മസാല ഒന്നും നമ്മളങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്നിട്ട് തുറന്ന് നോക്കി വെള്ളമൊക്കെ ഒരുവിധം ഊറി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം. പകുതി വേവായിട്ടുണ്ടായിരുന്നു ചിക്കന്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വന്ന് നന്നായിട്ട് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് മുകളിലേക്കായിട്ട് ഒന്ന് വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്നുണ്ട് ശരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മസാല ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. സാധാരണ നമ്മളൊക്കെ വെക്കുമ്പോൾ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ചിക്കനൊക്കെയാണ് വെക്കുക. പക്ഷേ ഇതിലധികം മസാലയുടെ ഇതൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ള വെള്ളം ഒക്കെ ബാക്കി കുറച്ചൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ നന്നായി വറ്റിക്കണമെങ്കിൽ അങ്ങനെയും വറ്റിക്കാം, അല്ല കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റുകയാണ്. അപ്പം നല്ല ചൂടോടായിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ അപ്പം തന്നെ അതൊക്കെ ചെയ്യുന്നത്, പെടപടേന്നാണ് ഞാൻ ഇതിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദേ നമ്മുടെ ചൂടോട് കൂടിയുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വട്ടയപ്പത്തിൻ്റെ കൂടെ കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ ഞാൻ ഇവിടെ വട്ടയപ്പം ഇങ്ങനെ പീസാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ദേ നമ്മളിങ്ങനെ ചിക്കൻ കറിയൊക്കെ വിളമ്പി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അത്രയും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നല്ല കോമ്പിനേഷനാണ് വട്ടയപ്പം ചിക്കൻ കറി എന്ന് പറയുന്നത്. അത് വട്ടയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായി പുളിച്ചൊക്കെ പൊന്തിയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ കറിയും കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ, സീ യു, ടാറ്റാ, ടേക്ക് കെയർ.